നമസ്കാരം. ഈ പ്രതിരോധ സാമഗ്രികളുടെ കാര്യത്തിൽ, യുദ്ധോപകരണങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം നടത്തുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണല്ലോ. പക്ഷേ ഒരു കാര്യം നമ്മൾ പ്രത്യേകം എടുത്തു പറയുകയാണ്. ഇന്ത്യൻ നിർമ്മിതമായ ഒരു ആയുധത്തിന് വേണ്ടിയിട്ട് ലോകരാജ്യങ്ങൾ പിടിവലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് എങ്ങനെയെങ്കിലും കിട്ടണം എന്നുള്ള വാശിയിൽ നിൽക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പം അതിൻ്റെ പേരാണ് പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ള സാധനം നമുക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ DRDO വികസിപ്പിച്ചെടുത്ത ഒരു 100% ഇന്ത്യൻ ഉൽപ്പന്നമാണ് ഈ പിനാക്ക. അതിൻ്റെ കാരണം എന്തുകൊണ്ട് ഈ ലോകരാജ്യങ്ങൾ ഇതിനു വേണ്ടി പിടിവലി കൂടുന്നു എന്ന് പറഞ്ഞാൽ, അന്താരാഷ്ട്ര വിപണിയിലെ മറ്റ് മുൻനിര റോക്കറ്റ് സംവിധാനങ്ങളെ അപേക്ഷിച്ച് വില വളരെ കുറവെന്ന് പറഞ്ഞാൽ വളരെ കുറവ് ഉള്ള സംഗതിയാണ്. അതേപോലെ തന്നെ പ്രകടന മികവിൽ ആളൊരു പുലിയുമാണ്. അപ്പോൾ പിന്നെ അതിന് പിടിവലി കൂട്ടി ഇല്ലെങ്കിലേ നമുക്ക് അത്ഭുതപ്പെടാനുള്ളൂ. അപ്പോൾ ഇതുവഴി എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ 120 കിലോമീറ്റർ ദൂരപരിധിയുള്ള പിനാക്ക മാർക്ക് 3 ഏറ്റവും പുതിയ മോഡലാണ്. ആ ഗൈഡഡ് റോക്കറ്റ് ലോഞ്ചറിന് ഏതാണ്ട് ഇന്ത്യൻ രൂപയിൽ 1.5 കോടി രൂപയെ ചെലവ് കണക്കാക്കുന്നുള്ളൂ. എന്നാൽ ഇതേ റേഞ്ചിലുള്ള ഇസ്രയേലിൻ്റെ എക്സ്ട്രാ എന്ന് പറയുന്ന റോക്കറ്റ് ലോഞ്ചറിന് ഇതിനേക്കാൾ 40 മുതൽ 60% വരെ വില കൂടുതലാണ്. ഏതാണ്ട് അവരുടെ റോക്കറ്റ് ലോഞ്ചറിന് ഏതാണ്ട് 2.5 കോടി അത്രയും രൂപ ചെലവ് വരും. മറ്റൊരു കമ്പാരിസൺ അമേരിക്കയുടെ ഹിമാർസ് എന്ന ഒരു റോക്കറ്റ് ലോഞ്ചറാണ്. നമ്മുടെ ഉക്രൈൻ സംഘർഷത്തിൽ ഉക്രൈൻ റഷ്യക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആയുധം കൂടിയാണ്. അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ പിനാക്കയ്ക്ക് 40 മുതൽ 50% വരെ വിലക്കുറവുണ്ട്. ഒരു ഹിമാർസ് റോക്കറ്റിൻ്റെ കാര്യം എടുത്താൽ അതിന് ഏകദേശം 1.5 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ $2 ലക്ഷം വരെ ചിലവ് വരുമ്പോൾ, ഇന്ത്യയുടെ പിനാക്കയുടെ ഒരു റോക്കറ്റിൻ്റെ ചിലവ് $1 ലക്ഷം മാത്രമാണ്. അപ്പോൾ നമ്മൾ പൊതുവേ ഒരു ചിന്തയുണ്ടല്ലോ, ഈ വില കുറഞ്ഞാൽ ഗുണം കുറയുമോ? നമ്മുടെ അതാണല്ലോ, വില കൂടിയ സാധനമാണെങ്കിൽ ഗുണം കൂടുതലുണ്ടെന്നാണ് നമ്മുടെ ഒരു ചിന്ത. പക്ഷേ ഈ കാര്യത്തിൽ ആ ചിന്ത തെറ്റാണ്. ഇപ്പോൾ പിനാക്കയുടെ കാര്യത്തിൽ ഈ ഗൈഡഡ് പിനാക്ക റോക്കറ്റുകൾക്ക് 10 മീറ്ററിനുള്ളിൽ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനം തകർക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു കണ്ടെത്തൽ. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ലക്ഷ്യമിട്ടാൽ 10 മീറ്ററിനുള്ളിൽ ഈ നമ്മൾ തൊടുത്തുവിടുന്ന റോക്കറ്റ് ഉറപ്പായിട്ടും വന്ന് പതിച്ചിരിക്കും. അപ്പോഴും നമുക്കൊരു ഡൗട്ട്, 10 മീറ്റർ ഗ്യാപ്പില്ലേ? അപ്പോൾ ഈ നമ്മൾ ലക്ഷ്യം വെച്ചത് അതിനിപ്പുറത്താണെങ്കിൽ രക്ഷപ്പെടില്ല. അങ്ങനെയല്ല. ഈ പിനാക്ക എന്ന് പറയുന്നത് ഈ നമ്മൾ തുരുതുരാ റോക്കറ്റ് അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ 10 മീറ്റർ എന്ന് പറഞ്ഞാലും തൊട്ടടുത്ത റോക്കറ്റ് അതിൻ്റെ തൊട്ടിപ്പുറത്ത് വന്ന് വീഴും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ലക്ഷ്യം ഭേദിക്കാൻ കുറഞ്ഞ എണ്ണം റോക്കറ്റുകൾ മാത്രം മതിയാകും. ഒരെണ്ണം 10 മീറ്റർ ഗ്യാപ്പിൽ വീണെങ്കിൽ അടുത്തത് 5 മീറ്റർ ഗ്യാപ്പിൽ അങ്ങനെ ഒരു 3 എണ്ണം വിട്ടാൽ സംഭവം വെടിപ്പായി. അപ്പോൾ ഇതുകൊണ്ട് തന്നെ സൈന്യത്തിന് വെടിക്കോപ്പുകൾ എല്ലാം ലാഭിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി ഏതൊക്കെ രാജ്യങ്ങളാണ് ഇത് വാങ്ങാനായിട്ട് ക്യൂവിൽ നിൽക്കുന്നത് എന്ന് നോക്കാം. പിനാക്ക റോക്കറ്റ് സിസ്റ്റത്തിൻ്റെ ആദ്യത്തെ അന്താരാഷ്ട്ര ഉപഭോക്താവ് അർമേനിയയാണ്. ഏകദേശം 2000 കോടിയോളം രൂപയുടെ കരാറിലൂടെ പിനാക്കയുടെ ആദ്യ ബാച്ച് ഇന്ത്യ അർമേനിയയ്ക്ക് വിജയകരമായി കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ എന്തുകൊണ്ട് ഈ പിനാക്ക വാങ്ങിയെന്ന് പറഞ്ഞാൽ, റഷ്യൻ ആയുധങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു അർമേനിയ. ഇപ്പോൾ അസർബൈജാനുമായുള്ള യുദ്ധത്തിന് ശേഷം ഇന്ത്യയുടെ പിനാക്ക വാങ്ങാനായിട്ടാണ് അവർ തീരുമാനമെടുത്തത്. അസർബൈജാനുമായിട്ടുള്ള യുദ്ധത്തിൽ അർമേനിയയ്ക്ക് വലിയ തിരിച്ചടിയുണ്ടായി. റഷ്യയിൽ നിന്ന് ഉള്ള ആയുധങ്ങൾ കാലപ്പഴക്കം ചെന്നതാണ്. അവിടെ നിന്ന് ഇപ്പോൾ അവരും ഒരു യുദ്ധം നേരിടുന്നത് കൊണ്ട് ആവശ്യത്തിന് ആയുധങ്ങൾ കിട്ടുന്നുമില്ല. അപ്പോൾ അർമേനിയൻ സൈന്യം ഒരു ഫയറിംഗ് ട്രയൽ ഈ പിനാക്ക വെച്ച് നടത്തി. അപ്പോൾ ഗൈഡഡ് പിനാക്ക റോക്കറ്റുകളിൽ ലക്ഷ്യസ്ഥാനങ്ങൾ അതീവ കൃത്യതയോടെ തകർത്തു എന്നുള്ളത് അവർക്ക് നേരിട്ട് ബോധ്യമായി. അപ്പോൾ അതുകൂടിയാണ് കണ്ടുകൊണ്ടാണ് അവർ ഈ പിനാക്ക റോക്കറ്റ് സിസ്റ്റം വാങ്ങാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രകടന മികവിൽ അവർ വലിയ തൃപ്തി രേഖപ്പെടുത്തുന്നു. മറ്റ് രാജ്യങ്ങൾ ഫ്രാൻസ്, ഈജിപ്റ്റ്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ പിനാക്ക ആർട്ടിലറി വാങ്ങാനായിട്ട് താല്പര്യം പ്രകടിച്ച് നിൽക്കുന്നത്. അതിൽ ഫ്രാൻസിൻ്റെ കാര്യം പ്രത്യേകം നോക്കണം. കാരണം ഏറ്റവും മികച്ച പ്രതിരോധ സാങ്കേതിക വിദ്യകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ്. നമുക്കറിയാവുന്ന പോലെ റഫേൽ വിമാനം പോലെയുള്ള വിമാനങ്ങളൊക്കെ നിർമ്മിക്കുന്ന സാങ്കേതിക തികവുള്ള ഫ്രാൻസ് നമ്മുടെ പിനാക്ക വാങ്ങാനായിട്ട് ക്യൂ നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ കാരണം, ഫ്രാൻസിൻ്റെ പക്കൽ നിലവിലുള്ളത് അമേരിക്കയുടെ M270 എന്ന ഒരു റോക്കറ്റ്. അത് ഫ്രാൻസിൽ അവർ LRU എന്ന പേരിൽ നിർമ്മിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇത് കാലപ്പഴക്കം ചെന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നാറ്റോ സഖ്യ രാജ്യങ്ങളെല്ലാം തന്നെ വലിയ ആയുധ പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നുണ്ട് ഉക്രൈനുമായിട്ടുള്ള സംഘർഷത്തിൽ. അപ്പോൾ ഇത്രയും പെട്ടെന്ന് അത് സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഫ്രാൻസ് ഇന്ത്യയിലോട്ട് ഉറ്റുനോക്കുന്നത്.
ഫ്രഞ്ച് ആർമി ഉദ്യോഗസ്ഥർ ഇന്ത്യ സന്ദർശിക്കുകയും പിനാക്കയുടെ പ്രഹരശേഷിയും കൃത്യതയും നേരിട്ട് കണ്ട് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 44 സെക്കൻഡിൽ 12 റോക്കറ്റുകൾ വിക്ഷേപിക്കാനുള്ള പിനാക്കയുടെ ശേഷിയും അതിൻ്റെ മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എളുപ്പം കൊണ്ടുപോകാം. ഒരു വാഹനത്തിലാണ് ഈ റോക്കറ്റ് ലോഞ്ചർ ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മൊബിലിറ്റിയും ഫ്രാൻസിൻ്റെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ വലിയ ആകർഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഈ പിനാക്കയിൽ ഏതൊക്കെ ഇനങ്ങൾ, പല വെറൈറ്റി പിനാക്കകളുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യകാല പതിപ്പ് എന്ന് പറയുന്നതിൻ്റെ ദൂരപരിധി 38 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്റർ വരെയാണ്. ഇതിൻ്റെ നവീകരിച്ച പതിപ്പ് MKI എൻഹാൻസ്ഡ്, അതിന് 45 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള, അപ്പോഴും ഇത് ആദ്യ ഗ്രേഡാണ്. ഇനി രണ്ടാമത് പിനാക്ക മാർക്ക് 2 വന്നത്, അത് ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് സംവിധാനമുള്ളതാണ്. ഈ പതിപ്പിൻ്റെ പ്രഹരശേഷി ഏതാണ്ട് 75 മുതൽ 80 കിലോമീറ്റർ വരെയുള്ള ദൂരപരിധി ഇത് താണ്ടുന്നുണ്ട്. അടുത്തത് മൂന്നാമത്തെ വെർഷനാണ്. 120 കിലോമീറ്റർ ദൂരപരിധിയാണ് ഇതിനുള്ളത്. ഇത് വിജയകരമായി നമ്മൾ പരീക്ഷിച്ചതേ ഉള്ളൂ. ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദനം തുടങ്ങിയിട്ടില്ല. ഇനി കുറേക്കൂടി മെച്ചപ്പെടുത്തി 300 കിലോമീറ്റർ മുതൽ 450 കിലോമീറ്റർ വരെ ശേഷിയുള്ള പിനാക്ക പതിപ്പുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ DRDO നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ പിനാക്ക വിദേശ രാജ്യങ്ങളിൽ പോയി പ്രകടനം കാഴ്ചവെച്ചാണല്ലോ. ഇവൻ നമ്മുടെ ഇന്ത്യൻ അതിർത്തിയിൽ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയേക്കുന്നത്, ഇന്ത്യയിലെ പ്രകടനം എന്താണെന്ന് കൂടി നോക്കണമല്ലോ. ഇപ്പോൾ ഇന്ത്യൻ അതിർത്തിയിൽ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ചൈന അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിനാക്ക അവിടെ വിന്യസിച്ചിട്ടുണ്ട്. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നിട്ടുള്ള അവരുടെ കമാൻഡ് സെൻറ്ററുകൾ, വിതരണ ശൃംഖലകൾ, ഭീകര താവളങ്ങളല്ല അടിച്ച് തകർത്ത ഒരു കക്ഷി കൂടിയാണ് നമ്മുടെ ഈ പിനാക്ക. പിന്നെ ഇന്ത്യൻ ആർട്ടിലറി വിഭാഗത്തിൽ നിലവിൽ 7 പിനാക്ക റെജിമെൻറ്റുകൾ ഇപ്പോൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പുതിയൊരെണ്ണം കൂടി ഉടൻ പ്രവർത്തന സജ്ജമാകും എന്നുള്ള വാർത്തയും കൂടിയുണ്ട്. ഒരു റെജിമെൻറ്റിൽ സാധാരണയായി 3 ബാറ്ററികളിലായി, ഈ ബാറ്ററി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മറ്റേ ബാറ്ററിയാണെന്ന് കരുതരുത്, ഈ റോക്കറ്റ് ലോഞ്ചർ സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് ബാറ്ററി. അങ്ങനെ 3 ബാറ്ററികളിലായി 18 ലോഞ്ചറുകൾ ഉണ്ടാകും. ഭാവിയിൽ പിനാക്ക റെജിമെൻറ്റുകളുടെ എണ്ണം 22ആയി ഉയർത്താനായിട്ടാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. റഷ്യൻ നിർമ്മിതമായ പഴയ ഗ്രാഡ് എന്ന് പറയുന്ന റോക്കറ്റ് ലോഞ്ചറുകൾക്ക് പകരമായി പിനാക്ക സംവിധാനം വിന്യസിക്കാനാണ് ഇപ്പോൾ പദ്ധതി. ഏതായാലും പിനാക്കയുടെ ഒരു സിംഗിൾ ബാറ്ററിക്ക് 6 ലോഞ്ചറുകളുള്ള വെറും 44 സെക്കൻഡിൽ 72 റോക്കറ്റുകളെ വിക്ഷേപിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് ശത്രുവിൻ്റെ 1 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പൂർണ്ണമായി ചാരമാക്കാനും സാധിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പിനാക്ക എന്ന് പറയുന്ന ലോഞ്ചർ സിസ്റ്റം ഒറ്റ ടൈം ഒരു റോക്കറ്റല്ല, തുടർച്ചയായി റോക്കറ്റുകൾ വിക്ഷേപിക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൃത്യത, ഇപ്പോൾ 10 മീറ്റർ വരെ എന്ന് പറയുമ്പോഴും ഒന്നിനു പുറകെ ഒന്നായി റോക്കറ്റുകൾ വരുന്നതുകൊണ്ട് 1 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ചാരമാക്കാൻ നിമിഷങ്ങൾ കൊണ്ട് ഈ പിനാക്കയ്ക്ക് സാധിക്കുകയും ചെയ്യും. ചെലവും കുറവാണ്. അതുകൊണ്ടാണ് പല രാജ്യങ്ങളും ഇന്ത്യയിലേക്ക് ഇത് വാങ്ങാനായിട്ട് ഇപ്പോൾ വണ്ടി കയറിക്കൊണ്ടിരിക്കുന്നത്.